فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذي فرض عليك القرآن لرادك إلى معاد. صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. സർവാദരണരായ ദുആ ചെയ്ത് അനുഗ്രഹിച്ച സജലാദ്ദീൻ ജീലാനി വൈലത്തൂർ, അധ്യക്ഷർ NV അബ്ദുൾ റസാഖ് സഖാഫി വെള്ളിയാമ്പുറം, പ്രശസ്ത കഥാകൃത്ത് സുഹൃത്ത് P സുരേന്ദ്രൻ സാർ, MM റഹീം കരുവാത്തുകുന്ന്, ഉമറുൽ ഫാറൂഖ് സഖാഫി, കോട്ടുമൽ അബ്ദുറഹ്മാൻ സഖാഫി, ഡോക്ടർ അബൂബക്കർ മാഷ് പടിക്കൽ, മറ്റ് മഹൽ വ്യക്തിത്വങ്ങൾ, ഇന്ന് 2022 ആഗസ്റ്റ് 15 ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അതിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം ആണ്ട്, 75ാം സ്വാതന്ത്ര്യദിനാഘോഷം ഇന്ത്യ ഒട്ടുക്കും എന്നല്ല, ഇന്ത്യയുടെ പുറത്ത് വിദേശ രാജ്യങ്ങളിൽ പോലും വളരെ വിപുലമായ രൂപത്തിൽ നടക്കുകയാണ്. ഈ 75 ആണ്ട് പൂർത്തീകരിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് എത്തിനോട്ടം. 1945 ആഗസ്റ്റ് 15 മുമ്പ് നമ്മുടെ പൂർവികർ സമർപ്പിച്ച സമർപ്പണം, അനുഭവിച്ച ത്യാഗങ്ങൾ, രക്തസാക്ഷികളായവർ, ഭാര്യമാരെ വിധവകളാക്കിയവർ, മക്കൾ അനാഥകളാക്കിയവർ, ഇന്ത്യക്ക് നഷ്ടപ്പെട്ട വസ്തുക്കൾ, എങ്ങനെയാണ് ഇതെല്ലാം നേടിയെടുത്തത്? അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട റസാഖ് സഖാഫി വക്കം അബ്ദുൽ ഖാദറിൻ്റെയും മറ്റ് ചില സംഭവങ്ങളൊക്കെ ഉണർത്തുകയായി. 1-2 സമരങ്ങളെ കൊണ്ട്, 1-2 ദിവസങ്ങളെ കൊണ്ട് നേടിയെടുത്ത ഒന്നല്ല, നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന നീണ്ട സമരങ്ങൾ. വാഗൻ ട്രാജഡി ഈ പരിസരത്താണല്ലോ. ലോകതലത്തിൽ തന്നെ തുല്യതയില്ലാത്ത ഏറ്റവും വലിയ ദുരന്തമായിരുന്നില്ലേ? ആ ഒരൊറ്റ ബോഗിയിൽ 72 ആളുകളല്ലേ മരിക്കപ്പെട്ടത്? മരിക്കാറുണ്ട്, പക്ഷെ ആ മരണം എന്തായിരുന്നു? ഒരു തുള്ളി വെള്ളം ഇറക്കാൻ കഴിയാതെ ആ ബോഗിക്കുള്ളവരുടെ മൂത്രങ്ങൾ കുടിക്കേണ്ടി വന്നത്, അത് കിട്ടാതെ മാന്തി ചോര കുടിക്കേണ്ടി വന്നത്, അങ്ങനെ ശ്വാസം കിട്ടാതെ മരിച്ചു വീണ് നേടിയെടുത്ത സ്വാതന്ത്ര്യത്തിൽ ഹിന്ദു മുസ്ലിം ഭായി എന്നൊറ്റക്കെട്ടായി നേടിയെടുത്ത സ്വാതന്ത്ര്യം, ഈ സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ 75 വർഷം കൊണ്ട് സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടോ? ഇന്ത്യയിൽ വിദ്യാഭ്യാസ രംഗത്ത്, വിശിഷ്യ ഹയർ എഡ്യൂക്കേഷനിൽ എത്രമാത്രം പിന്നിലാണ്? തൊഴിൽ രഹിതരുടെ എണ്ണം കൂടിക്കൂടി വരികയല്ലേ? 45 കോടിയിലധികം ജനങ്ങൾ ഇന്ത്യയിൽ തൊഴിൽ രഹിതരല്ലേ? ഇന്ത്യയിൽ സാമ്പത്തിക വളർച്ചാ നിരക്ക് ദിനം പ്രതി കൂപ്പുകുത്തുകയല്ലേ? അങ്ങനെ നമ്മുടെ രാജ്യം ലോകത്തിൻ്റെ വികസിത രാജ്യങ്ങളെക്കാൾ എല്ലാ നിലക്കും നിറയിൽ നിൽക്കാൻ പറ്റാവുന്ന സംവിധാനങ്ങളും സൗകര്യങ്ങളും റിസോഴ്സുകളും
നമ്മുടെ രാജ്യത്തിനുണ്ടെങ്കിലും എന്തുകൊണ്ട് ഇനിയും സ്വാതന്ത്ര്യ സമര സേനാനികൾ സ്വപ്നം കണ്ട ഇന്ത്യ ആകുന്നില്ല എന്നൊന്ന് പരിശോധിക്കേണ്ടതില്ല. ബാബരി മസ്ജിദ് തകർക്കപ്പെട്ടത് വർഷങ്ങൾ, പതിറ്റാണ്ടുകളല്ല, നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും മതേതരത്തിനത് മറക്കാൻ കഴിയുമോ? ഇവിടെ NRCയും ഇവിടുത്തെ ചില മുത്തലാഖ് നിയമങ്ങളുമൊക്കെ ഒരു മതേതര വിശ്വാസിക്ക് മറക്കാൻ കഴിയുമോ? പക്ഷേ ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ ഭരണഘടന ഭദ്രമാണ്, സുശക്തമാണ് എന്ന ഒരൊറ്റ ആത്മവിശ്വാസം മാത്രമാണുള്ളത്. ഏത് കാലത്തും നീതി പുലരുന്ന ഒരു കാലം വരിക തന്നെ ചെയ്യും. ഇവിടെ ഖുതുബുസ്സമാൻ മമ്പ്രം തങ്ങൾ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമർപ്പിച്ച സമർപ്പണങ്ങൾ, വിളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു തആല തങ്ങൾ നീതി നിഷേധ പ്രസ്ഥാനത്തിന്, നികുതി നിഷേധ പ്രസ്ഥാനത്തിന് നേതൃത്വം വഹിച്ചത്, ആലി മുസ്ലിയാർ വസിയത്ത് എഴുതിയപ്പോഴും രക്തസാക്ഷിയാകുമ്പോൾ എഴുതിയ കത്ത് എൻ്റെ സമ്പത്ത് എൻ്റെ നാട്ടിലെ പാവങ്ങൾക്കുള്ളതാണ്. ഇവരിലെല്ലാം മാതൃകൾ കൊണ്ടുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനത്തിൻ്റെ വടപൊരുതേണ്ടത് ഈ കാണുന്ന യുവതലമുറയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ അസറ്റ് എന്ന് പറയുന്നത് ലോകത്തെവിടെയും കാണാൻ കഴിയാത്ത ഇത്രയും വലിയ യുവതയാണ്. ആ യുവത ഒത്തുപിടിച്ചാൽ, കൂട്ടമായി പരിശ്രമിച്ചാൽ നമ്മുടെ രാജ്യത്ത് വലിയ വിപ്ലവങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുക തന്നെ ചെയ്യും. മതസൗഹാർദ്ദവും മതേതരത്വവും ജനാധിപത്യവും കാത്തു സൂക്ഷിക്കുമെന്ന് വിശിഷ്യ സോഷ്യൽ മീഡിയകളാണ്, സാമൂഹ്യ മീഡിയകളാണ് ഇന്ന് ലോകത്തൊട്ടുക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രശ്നങ്ങൾ പർവ്വതീകരിക്കുന്നതിന് പകരം അത് പരിഹരിക്കാൻ എന്താണ് മാർഗങ്ങൾ? ഞാൻ ലൈക്ക് അടിക്കുന്നതും ഷെയർ ചെയ്യുന്നതും കമൻ്റ് അടിക്കുന്നതും ഫോർവേഡ് ചെയ്യുന്നതും പലതവണ ആലോചിച്ചതിന് ശേഷം മാത്രം എൻ്റെ ഈ വിരൽ തുമ്പ് രാജ്യത്തുള്ളൊരു വ്യക്തിക്ക് അപകടം സൃഷ്ടിക്കാൻ പാടില്ല. ആരെയും വ്യക്തിഹത്യപ്പെടുത്തരുത്, ആരെയും അസ്വസ്ഥനാക്കരുത്. 1948 ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ പ്രമേയം അവതരിപ്പിച്ചെങ്കിലും അതിൻ്റെ 1000 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ മനുഷ്യാവകാശ പ്രഖ്യാപനം അത് നമുക്ക് മാതൃകയാണ്. മുസ്ലിം എന്ന് പറയുമ്പോൾ അല്ലാഹുലും റസൂലിലും വിശ്വസിക്കുമ്പോൾ രാജ്യത്തിനും രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനും നീതിപാലകർക്കും നിയമപാലകർക്കും നീതി നിർവഹണ സഭയോടും പൂർണ്ണമായും കൂറ് പുലർത്തുന്നതോടൊപ്പം അനീതിക്കെതിരിൽ, അധർമ്മത്തിനെതിരിൽ ഭരണഘടന അനുശാസിക്കുന്ന, ഭരണഘടന വിധിക്കുന്ന രൂപത്തിൽ ശബ്ദിക്കുകയും പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്ത് ഇവിടെ സത്യം നേടിയെടുക്കുക തന്നെ ചെയ്യും. ഈ രാജ്യം ഒറ്റക്കെട്ടായി യുവാക്കൾ സംഘടിച്ചാൽ നമുക്ക് ഏത് ഫാസിസ്റ്റുകളെയും, ഏത് ശത്രുക്കളെയും വലിച്ചെറിയാൻ നമുക്ക് സാധിക്കുക തന്നെ ചെയ്യും. നമ്മുടെ രാജ്യത്തിന് നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളായിരിക്കണം സർവരിലും ഉണ്ടാവേണ്ടത് എന്ന് മാത്രം പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന മഹൽ വാക്യത്തോടെ ഈ മഹത്തായ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത്
അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.